الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ ഉത്തമ ദാസിമാരായിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നോ അല്ലാഹുവിൻ്റെ അന്ത്യദൂതനായ മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കാണിച്ചു തന്ന മഹിതമായ ജീവിത മാതൃകകളെ ഉയർത്തിപ്പിടിക്കണമെന്നും ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ പടച്ച റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും വൃത്തിയും വെടിപ്പും ആരോഗ്യവും സൗന്ദര്യവും ആഗ്രഹിക്കുന്നവരാണ്. വൃത്തിയില്ലായ്മയും അനാരോഗ്യവും വൈരൂപ്യവും ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി നമ്മുടെ മുഖം മിനുക്കുന്നതിനു വേണ്ടി ധാരാളം സമയവും ധനവും ചെലവഴിക്കുന്നവരാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള നമ്മൾ. ഏത് കുഗ്രാമത്തിൽ ചെന്നാലും ബ്യൂട്ടി പാർലറുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ, ജിംനേഷ്യങ്ങൾ, രോഗം ബാധിച്ചാൽ ചികിത്സിക്കാനുള്ള വ്യത്യസ്തങ്ങളായ ആതുരാലയങ്ങൾ, ക്ലിനിക്കുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ നാട്ടിൽ എമ്പാടുമുണ്ട്. തീർച്ചയായും മനുഷ്യൻ
ശരീരം മാത്രമാണ് എന്ന ഒരു പ്രബോധനം നിരന്തരം നമ്മൾ പലമാതിരിയുള്ള പരസ്യങ്ങളിലൂടെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നുമുണ്ട്. വാസ്തവത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ലല്ലോ, മനസ്സും ആത്മാവും കൂടി ചേർന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം മാത്രം വളരുകയും മനസ്സ് അതോടൊപ്പം വളരാതിരിക്കുകയും ആത്മാവ് സംസ്കരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് അസന്തുലിതമായ വളർച്ചയാണ്. കൈകാലുകളെല്ലാം ശോഷിച്ച് മെലിഞ്ഞ് എന്നാൽ വയറ് മാത്രം വീർത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം സങ്കല്പിച്ചു നോക്കൂ. അവിടെ കാണുന്ന ഒരു വൈകൃതവും വൈരൂപ്യവും നമ്മുടെ പുറം നന്നാക്കാൻ വളരെ കാര്യമായി ശ്രമിക്കുകയും എന്നാൽ നമ്മുടെ അകത്തെ സംബന്ധിച്ച് വിസ്മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വലിയ വൈരുദ്ധ്യത്തിലാണ് പുതിയ കാലഘട്ടത്തിലെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ആത്മാവിനെ ശുദ്ധീകരിക്കണം. നിങ്ങൾ പുറത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നത് പോലെ പുറം സുന്ദരമായി സൂക്ഷിക്കാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ അകം ശുദ്ധമാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളും ചെയ്യണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്? അത് ആത്മാവിനെ സംസ്കരിച്ച് വിമലീകരിച്ച് ശുദ്ധമാക്കി അതിനെ വളർത്താൻ ശ്രമിക്കുന്നവനാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ മലിനീകരിക്കുകയും അതിനെ തളർത്തുകയും ചെയ്യുന്നവൻ, തസ്കിയത്ത് നേടുന്നവൻ വിജയിക്കുകയും മലിനമാക്കി തദ്സിയത്ത് നടത്തുന്നവൻ പരാജയപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ആത്മാവിന്റെ വളർച്ചയ്ക്കു വേണ്ടി, മനസ്സിന്റെ സംസ്കരണത്തിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുന്നു? ഇതോരോ വിശ്വാസിയും ഓരോ ദിവസവും അഭിമുഖീകരിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ്. എന്താണ് നിങ്ങൾ ശരീര സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് ചെയ്യുന്നു? അതിരാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ പ്രായം ചെന്ന ആളുകൾ, സഹോദരിമാരടക്കം വളരെ കൃത്യമായി മരുന്ന് കഴിക്കുന്നത് പോലെ വ്യായാമത്തിന് വേണ്ടി നടക്കുന്നതും ഓടുന്നതും നമ്മൾ കാണുന്നു. തീർച്ചയായും ശരീര സംരക്ഷണത്തിന്റെ ആരോഗ്യ വിഷയത്തിലുള്ള ശ്രദ്ധയും ജാഗ്രതയുമാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾ ശരീരത്തെ ശ്രദ്ധിക്കുന്നത് പോലെ ആത്മാവിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശരീരത്തിന്റെ ആരോഗ്യവും അതിന്റെ പോഷണത്തിനും പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്നതുപോലെ നിങ്ങളുടെ മനസ്സിന്റെ വളർച്ചയും ആത്മാവിന്റെ സംസ്കരണത്തിനും എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുഖം മിനുക്കാനെടുക്കുന്ന നേരമെങ്കിലും തസ്കിയത്തിന് വേണ്ടി, തർബിയത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാലിന്യ കൂമ്പാരമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്കിടയിൽ ഒരു വിശ്വാസിയുടെ മനസ്സിനെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തെ നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിലവാരമുള്ള, സുന്ദരമായ, ഉദാത്തമായ, ഉത്കൃഷ്ടമായ വിചാരങ്ങളും ഉജ്ജീവന ചിന്തകളുമുള്ള ഒരു ഹൃദയം, ഒരു കൽബ് നമുക്ക് സ്വന്തമായുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ശുദ്ധമായ ഒരു ഹൃദയമില്ലാത്തവന് പരലോകത്ത് അല്ലാഹുവെങ്കിൽ ഒരു രക്ഷയുമില്ല. ശുദ്ധമായ ഹൃദയമുള്ളവന് മാത്രമേ അവിടെ അപമാനിതനാകാതെ രക്ഷപ്പെടാൻ കഴിയൂ. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉദ്ധരണി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. വലാ തുഹ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് മഹാനായ പ്രവാചകൻ പറയുന്നു. അല്ലാഹുവേ, ജനങ്ങളെയെല്ലാം നീ എഴുന്നേൽപ്പിക്കുന്ന ആ നാളിൽ
എന്നെ ഒരിക്കലും നീ അപമാനിക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളോ സമ്പാദ്യങ്ങളോ ഒരാൾക്കും ഉപകാരം ചെയ്യാത്ത ദിവസമാണല്ലോ അത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീം, ശുദ്ധമായ ഹൃദയം, വക്രതയില്ലാത്ത, വളവുകളില്ലാത്ത, അധർമ്മചിന്തകളില്ലാത്ത പരിശുദ്ധമായ ഒരു ഹൃദയം കൊണ്ടുവരുന്നവനല്ലാതെ മറ്റൊരാൾക്കും രക്ഷയില്ലാത്ത ദിനം. ആ ദിനത്തിൽ പടച്ചവനെ കോടാനുകോടി മനുഷ്യരുടെ മുമ്പിൽ ഇബ്രാഹീമിനെ അപമാനിക്കില്ലേ എന്ന് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ശുദ്ധമായ ഈ ഹൃദയമാണ്, കുറ്റമറ്റ, കറയില്ലാത്ത, കളങ്കമില്ലാത്ത ഈ കൽബാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം നബിക്ക് അതുണ്ടായിരുന്നു. ഓരോ മുഅ്മിനായ മനുഷ്യനും അതുണ്ടായിരിക്കണം. ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, 37-ാം അധ്യായം സൂറത്ത് സ്വാഫാത്ത് 84-ാമത്തെ വചനത്തിൽ പ്രവാചകനെ കുറിച്ച് പറയുന്നു, ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, തന്റെ രക്ഷിതാവിന്റെ സന്നിധിയിൽ അദ്ദേഹം വന്നു. ശുദ്ധമായ ആ ഹൃദയത്തോടുകൂടിയാണ് അദ്ദേഹം വന്നത്. ആ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. ഇബ്രാഹീമിന്റെ ഹൃദയം സ്നേഹസാന്ദ്രമായിരുന്നു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയവും അങ്ങനെ ആയിരിക്കണം. എന്തുമാത്രം ഇബ്രാഹിം നബി മനുഷ്യരെ സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ, അർഹരായ ആളുകൾ, ശിക്ഷക്കർഹരായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് താങ്ങാൻ പോലും കഴിയാത്ത ഒരു ഹൃദയമായിരുന്നു, ലോലമായ ഒരു മനസ്സായിരുന്നു ഇബ്രാഹീമിന്റേത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ പടച്ചവൻ ശിക്ഷിച്ചു. അങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മാലാഖമാര് പോകുമ്പോൾ ഇബ്രാഹിം നബിയുമായി കണ്ടുമുട്ടുന്നു. ആ സന്ദർഭത്തിൽ വിവരമറിഞ്ഞപ്പോൾ ലൂത്ത് നബിയുടെ ജനതയെ നമുക്കറിയാം, ഏറ്റവും വഷളായ സമൂഹമായിരുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അർഹരായി തീർന്ന ജനതയായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? വജാദിലുനാ ഫീ ഖൗമി ലൂത്ത്, അള്ളാഹു ഖുർആനിൽ പറയുന്നു, ആ ലൂത്തിന്റെ ജനതയുടെ കാര്യത്തിൽ അദ്ദേഹം നമ്മോട് തർക്കിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ 11-ാം അധ്യായം സൂറത്ത് ഹൂദ് 74-75 വചനങ്ങളിൽ ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുകയാണ്. വജാദിലുനാ ഫീ ഖൗമി ലൂത്ത് ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ് എന്നല്ലാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങേയറ്റം ദയാവായ്പുള്ള ഒരു ഹൃദയമായിരുന്നു ഇബ്രാഹീമിന്റേത്. ശിക്ഷിക്കപ്പെടാൻ പോകുന്ന ആ സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹുവിനോട് അദ്ദേഹം ആവലാതിപ്പെട്ടു, തർക്കിച്ചു എന്ന് ഖുർആൻ പറയുകയാണ്. പശ്ചാത്താപമുള്ള ഒരു മനസ്സായിരിക്കണം വിശ്വാസിയുടെ മനസ്സ് എന്ന് ഖുർആൻ പറയുന്നു. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്, വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം ഖാഫ് 33-ാമത്തെ സൂക്തം. അള്ളാഹു പറയുന്നു, പരമകാരുണികനായ നാഥനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുകയും വജാഅ ബിഖൽബിൻ മുനീബ്, പശ്ചാത്താപ സമ്പൂർണമായ മനസ്സോടുകൂടി അള്ളാഹുവിൽ എത്തുകയും ചെയ്യുന്ന മനുഷ്യനാണ്. പശ്ചാത്താപം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരിക്കണം, ഹൃദയമായിരിക്കണം മുഅ്മിനായ മനുഷ്യന്റേത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അവിടെ ഈമാൻ നിറഞ്ഞു നിൽക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. വിശ്വാസം തുളുമ്പി നിൽക്കുന്ന ഹൃദയമായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യന്റേത്. വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, 16-ാം അധ്യായം അന്നഹ്ൽ 106-ാം വചനം. അള്ളാഹു പറയുന്നു, ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാൻ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു ഹൃദയമായിരിക്കണം. ആ ഹൃദയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുന്ന ഹൃദയമാണ്, അള്ളാഹു നയിക്കുന്ന ഹൃദയമാണ്. എന്റെ മനസ്സിനെ നയിക്കുന്നത് എന്റെ രക്ഷിതാവാണെന്ന് വരുന്നതാണല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു എന്ന് ഖുർആൻ 64-ാം അധ്യായം അത്തവാബൻ 11-ാം സൂക്തം. അള്ളാഹുവിൽ ഒരാൾ വിശ്വാസമർപ്പിച്ചു കഴിഞ്ഞാൽ യഹ്ദി ഖൽബഹു, അവന്റെ ഹൃദയത്തെ അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു ആ മനസ്സിന് വഴി കാണിക്കും. അള്ളാഹു അവനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഖുർആൻ പറയുന്നു. ആ മനസ്സ് അള്ളാഹുവിന്റെ അടയാളക്കുറികളെ ആദരിക്കുന്ന മനസ്സായിരിക്കും. അള്ളാഹുവിന്റെ ശിആറുകളെ പരിഗണിക്കുന്ന മനസ്സായിരിക്കും. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب 22-ാം അധ്യായം അൽ ഹജ്ജ് 32-ാമത്തെ വചനം.
അള്ളാഹു പറയുന്നു, കാര്യം ഇതാണ്, ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ അതാ മനുഷ്യന്റെ ആത്മാർത്ഥമായ ഹൃദയഭക്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഹൃദയങ്ങളെ ഈമാൻ കൊണ്ട് അലങ്കരിച്ചു എന്ന് ഖുർആൻ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 7-ാമത്തെ വചനം, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ എന്നല്ലാഹു പറയുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസത്തെ പ്രിയങ്കരമാക്കി വെച്ചു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ആ ഈമാനെ അല്ലാഹു നിങ്ങളുടെ മനസ്സുകളുടെ അഴകാക്കി മാറ്റി, ഹൃദയത്തിന്റെ അലങ്കാരമാക്കി മാറ്റി. എന്നിട്ടോ നിഷേധത്തോടും ധിക്കാരത്തോടും അധർമ്മങ്ങളോടും വെറുപ്പുളവാകുന്ന ഒരു മനസ്സ് അല്ലാഹു നിങ്ങൾക്ക് നൽകി. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് നേർവഴിയിലൂടെ പോകുന്ന ആളുകൾ എന്ന് ഖുർആൻ പറയും. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ മനസ്സുകൾ ഈമാൻ കൊണ്ട് നിറയുകയും ഈമാൻ ആ മനസ്സിന്റെ അഴകായി തീരുകയും അലങ്കാരമായി മാറുകയും അധർമ്മങ്ങളോടും വൃത്തികേടുകളോടും സ്വയമേ തന്നെ ഒരു വെറുപ്പുളവാകുന്ന അവസ്ഥയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ എത്തിക്കും. ഉലൈക ഹുമുർ റാഷിദൂൻ, ഇവരാണ് യഥാർത്ഥത്തിൽ നേർവഴി പ്രാപിച്ച ആളുകൾ എന്ന് പറയും. വിശുദ്ധ ഖുർആനിലുടനീളം ഇങ്ങനെ ഹൃദയ ചിത്രീകരണങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയുന്നു, വിശ്വാസികളുടെ മനസ്സ് എന്ന് പറയുന്നത് അല്ലാഹു നൽകിയ ഹിദായത്തിനെ കുറിച്ച് ജാഗ്രതയുള്ള ഹൃദയമായിരിക്കും എന്ന്. ഒരിക്കൽ അല്ലാഹു നമുക്ക് സന്മാർഗത്തിന്റെ ദർശനം നൽകി, മഹത്തായ ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചു എങ്കിലിത് മരണം വരെ അതുപോലെ നിലനിൽക്കുമെന്ന് തീർച്ചയായും ഒരു വിശ്വാസി തെറ്റിദ്ധരിക്കുന്നില്ല. എപ്പോഴും ഡിസ്മിസൽ സംഭവിക്കാം, എപ്പോഴും സസ്പെൻഷൻ സംഭവിക്കാം. ഹിദായത്ത് തുല്യമായ അളവിൽ അവസാനം വരെ നിലനിൽക്കും എന്ന് തെറ്റിദ്ധരിക്കുകയില്ല അയാൾ. അതുകൊണ്ട് കിട്ടിയ ഹിദായത്ത് പടച്ചവനെ എന്നുമെന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് ജാഗ്രതയോടുകൂടി അല്ലാഹുവിനോട് അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചവനെ, ഈ ദൈവിക സന്മാർഗം തന്നതിന് ശേഷം, ഈ ഹിദായത്തിന്റെ പാതയിൽ എത്തിച്ചതിന് ശേഷം അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വ്യതിചലിപ്പിക്കരുത് എന്ന് നിരന്തരം ഹിദായത്തിനെ കുറിച്ച് ജാഗ്രത കൊള്ളുന്ന ഹൃദയമായിരിക്കും വിശ്വാസിയുടേത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാത്രമല്ല, ആ മനസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം നബിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നതുപോലെ ആ സ്നേഹസാന്ദ്രത നിലനിർത്തി തരികയും, അല്ലാഹുവേ, ഒരിക്കലും വിദ്വേഷത്തിന്റെ, പകയുടെ, വൈരാഗ്യത്തിന്റെ ഒരു മനസ്സ്, അതും വിശേഷിച്ച് വിശ്വാസികളോട് ഒരിക്കലും അങ്ങനെയുള്ള ഒരു പകയുടെ മനസ്സ് ഞങ്ങൾക്ക് തരല്ലേ എന്ന് നിരന്തരം പടച്ചവനോട് അവർ തേടിക്കൊണ്ടിരിക്കുന്നു. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിൽ വിശ്വാസികളോട് വെറുപ്പും കോപവുമുള്ള ഒരു സ്ഥിതിവിശേഷം പടച്ചവനെ നീ ഉണ്ടാക്കരുത് എന്ന് അല്ലാഹുവിനോട് അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു, വിശ്വാസികളുടെ ഹൃദയം പിടക്കുന്ന ഹൃദയമാണ് എന്നല്ലാഹു ഒരിടത്ത് പറഞ്ഞു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഖുർആൻ പറയുകയാണ്, ആരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമാണ് എന്നല്ലാഹു പറയും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹു എന്ന് കേട്ടാൽ, അല്ലാഹുവിനെ അനുസ്മരിപ്പിക്കപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടിലം കൊള്ളും എന്ന് ഖുർആൻ പറയും. ആലോചിച്ചു നോക്കൂ, ഒരുപക്ഷെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇതൊരു അനുഭവമാണോ എന്ന്. അറബി ഭാഷ നിയമം പഠിച്ച ആളുകൾക്കറിയാം ആ പ്രയോഗത്തിന്റെ സവിശേഷത. ഇന്നമൽ മുഅ്മിനൂന, ഇന്നമ എന്നാണ് പറയും. ഈ ഗുണമുള്ളവരേ വിശ്വാസികളാകൂ എന്നർത്ഥം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം കിടിലം കൊള്ളുകയാണ്. ഉമ്മു ദർദാ റളിയല്ലാഹു തആല അൻഹ ഈ വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് പറയാറുണ്ടായിരുന്നു, ഓലമടല് കരിയുന്ന
ഒരു വല്ലാത്ത ഒരു വൈകാരികമായ തരിപ്പാണ് അല്ലാഹു എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഗുണമില്ലാത്തവൻ യഥാർത്ഥത്തിൽ കപടനാണ്, മുനാഫിക്കാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവുകയാണ്, പ്രാർത്ഥിക്കപ്പെടേണ്ട ഒരു ഭയമുണ്ടാവുകയാണ്. ആ ഭയം വരുമ്പോൾ വിശ്വാസി അല്ലാഹുവിലേക്ക് മടങ്ങി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അല്ലാഹു അവന്റെ മനസ്സിനെ ഭയമുക്തമാക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾപ്പിക്കപ്പെടുമ്പോൾ, ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്, അവരുടെ വിശ്വാസം പൂർവോപരി വളരുകയും ജ്വലിക്കുകയും ചെയ്യുന്നു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ രക്ഷിതാവിൽ അവർ സർവം ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭരമേൽപ്പിക്കാനേ ഒരു വിശ്വാസിക്ക് കഴിയൂ. അയാൾ കർമ്മവും ഫലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആളല്ല. മുഅ്മിനായ മനുഷ്യൻ കർമ്മവും ഫലവും തമ്മിൽ ബന്ധിപ്പിക്കുന്നയാളല്ല. അയാൾ കർമ്മം ചെയ്യുന്നു. എന്തുകൊണ്ട്? അല്ലാഹു കൽപ്പിച്ചതുകൊണ്ട്. ഈ മാർഗത്തിലാണ് പോകേണ്ടത്, ഇങ്ങനെയാണ് പണിയെടുക്കേണ്ടത്, ഇതാണ് നിന്റെ ദൗത്യം എന്നല്ലാഹു കൽപ്പിച്ചു. അയാൾ അനുസരിക്കുന്നു, കർമ്മങ്ങൾ അയാൾ ചെയ്യുന്നു. ആ കർമ്മം ചെയ്യുന്നതിന്റെ സാമർഥ്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അതിന്റെ ഫലം എന്ന് ഒരു ഭൗതികവാദിയെപ്പോലെ ഒരു വിശ്വാസി ചിന്തിക്കുന്നില്ല. തിരുത്തപ്പെടേണ്ട ഒരു വലിയ തെറ്റിദ്ധാരണയാണത്. കാരണം ഫലം നൽകുന്നത് അല്ലാഹുവാണ്. രോഗം വരുമ്പോൾ ചികിത്സിക്കണമെന്ന റബ്ബിന്റെ കൽപ്പന, നമ്മൾ ചികിത്സിക്കുന്നു. ഏറ്റവും വിദഗ്ധനായ ഭിഷഗ്വരനെ തന്നെ സമീപിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് അദ്ദേഹമാണ് രോഗം മാറ്റിയതെന്നൊരാൾ വിശ്വസിക്കുമ്പോൾ അവൻ അവിശ്വാസിയായി മാറുകയാണ്, ഭൗതികനായി തീരുകയാണ് ചെയ്യുന്നത്. ചികിത്സിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന, പ്രവാചകന്റെ കൽപ്പന, ചികിത്സിച്ചു. പക്ഷേ ആ ചികിത്സ കൊണ്ട് മാത്രം ഫലം സിദ്ധിക്കുകയില്ല. അല്ലാഹുവിന്റെ നിശ്ചയമാണ് ഫലമുണ്ടാക്കുന്നത്. അതുകൊണ്ട് അയാൾ കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മത്തിന്റെ ഫലം അല്ലാഹുവാണ് നൽകുന്നത് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഇങ്ങനെ കാര്യങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരാണവർ. അവരുടെ വിശേഷമോ അല്ലദീന യുഖീമൂനസ്സലാ, ജീവിതത്തിന്റെ ഏതേത് സന്ദർഭങ്ങളിലും നമസ്കാരം എന്ന് പറയുന്നത് അതിന്റെ ശരിക്കും മുറക്കും അതിന്റെ ചൈതന്യത്തിൽ സ്ഥാപിച്ചു നിലനിർത്തുന്നവരാണവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നൽകപ്പെട്ടതിൽ നിന്ന് അർഹരായ ആളുകളിലേക്ക് സമ്പത്തിനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നവരുമാണവർ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലാഹു പറയുകയാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ, ഇപ്പറഞ്ഞ വിശേഷണങ്ങളുള്ളവരുണ്ടല്ലോ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ ദറജകളുണ്ട്, പദവികളുണ്ട്. വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അവർക്ക് അല്ലാഹുവിന്റെ പാപമോചനം, അവർക്ക് അല്ലാഹുവിന്റെ ഉദാരമായ ഉപജീവനം. അല്ലാഹു പറയുകയാണ് വറിസ്ഖുൻ കരീം, ഉദാരമായ ഉപജീവനം അല്ലാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെയുള്ള സർവഗുണ സമൃദ്ധമായ സമ്പന്നമായ ഒരു കൽബാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മൂലധനമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. സർവഗുണ സമ്പൂർണമായ ഒരു ഹൃദയം, എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും വിമുക്തമായ ഒരു കൽബ്, ഇതാണ് പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ പാഥേയം. വിശുദ്ധ ഖുർആൻ ചിത്രീകരിച്ച ഈ നിലവാരമുള്ള ഒരു ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് ഉയരാൻ കഴിയുക? തർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് അതിന്റെ ഏക പോംവഴി. അല്ലാഹുവിനുള്ള ഇബാദത്തുകളെ സജീവമാക്കി നിലനിർത്തുന്നതിലൂടെ അല്ലാഹുവിന്റെ ആയാത്തുകളെ കുറിച്ചുള്ള ഗാഢവും അഗാധവുമായ പരിചിന്തനങ്ങളിലൂടെ, മരണത്തെയും പരലോകത്തെയും കുറിച്ചുള്ള സജീവമായ ഓർമ്മകളിലൂടെ, ഹലാല് ഹറാമുകളെ സംബന്ധിച്ച സൂക്ഷ്മതയോടുകൂടിയ ചിന്തകളിലൂടെ ഈ മാർഗത്തിൽ, ഈ ഹൃദയത്തിലേക്ക് ശുദ്ധ സുരക്ഷിതമായ ഒരു കൽബുൻ സലീമിലേക്ക്, ഒരു കൽബും മുനീബിലേക്ക്, ആത്മാർത്ഥതയുള്ള കളങ്കമറ്റ ഒരു ഹൃദയത്തിലേക്ക് എത്തിച്ചേരാമെന്ന് ഖുർആനും തിരുസുന്നത്തും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വിശദീകരിക്കാൻ സന്ദർഭമില്ല. മനസ്സംസ്കരണത്തിന്റെ മാർഗങ്ങളിലൂടെ ഈ ഒരു മനസ്സിലേക്ക്, ഈ ഒരു കൽബിലേക്ക് എത്തിച്ചേരുക എന്നതാണ് പ്രധാനം. ഒന്നാമതായി ഇബാദത്തുകളെ സജീവമാക്കുക, വിശദീകരിക്കുന്നില്ല.
നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമസ്കാരമാണല്ലോ. ആ നമസ്കാരം ഇഖാമത്ത് ചെയ്യുക, അത് സജീവമായി നിലനിർത്തുക മനസ്സംസ്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഇഖാമത്ത് ചെയ്യാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ പോലും ഒരുപക്ഷെ അവരുടെ പ്രദേശത്തെ പള്ളിയിൽ സുബഹിന്റെ ജമാഅത്തിന് കാണപ്പെടാത്ത ഒരു വൈരുദ്ധ്യം, വിചിത്രമായ ഒരു വൈരുദ്ധ്യത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബാദാത്തുകളെ സജീവമാക്കലാണ് മനസ്സംസ്കരണത്തിന്റെ ഈ ശുദ്ധസുന്ദരമായ ഹൃദയമുണ്ടാകാനുള്ള ഒന്നാമത്തെ മാർഗമെന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു വസിയ്യത്തുണ്ടല്ലോ, നമസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുമ്പ് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കൊരു ചെറിയ ഉപദേശം തരണം. ഒരു ചെറിയ ഉപദേശം, നടപ്പിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒന്ന്. പ്രവാചകൻ 3 കാര്യങ്ങൾ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിൽ ഒന്നാമതായിട്ട് നബി പറഞ്ഞു, ഇദാ കുൻത ഫീ സ്വലാത്തിക സ്വല്ലി സ്വലാത്ത മുവത്തിൻ എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. നീ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സ്വല്ലി സ്വലാത്ത മുവത്തിൻ, വിടവാങ്ങുന്നവന്റെ നിസ്കാരം നിസ്കരിക്കൂ എന്ന് പ്രവാചകൻ. ഇബാദാത്തുകളെ സജീവമാക്കാനുള്ള ഒരു മാർഗമാണത്. വിടവാങ്ങുന്നവന്റെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ജുമാ നമസ്കരിക്കുന്നു. ഇപ്പോൾ ജുമാ നമസ്കരിക്കുമ്പോൾ ഒരു 1:20 1:15 ഒരൽപ്പം കൂടി കഴിഞ്ഞിട്ട് അസ്ർ നിസ്കരിക്കാൻ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ അള്ളാഹു സൗഭാഗ്യം വിധിച്ചിട്ടില്ലെങ്കിലോ എന്ന് ചിന്തിക്കുക വിശ്വാസി. പ്രവാചകൻ പറയുകയാണ്, ഇദാ കുൻത ഫീ സ്വലാത്തിക സ്വല്ലി സ്വലാത്ത മുവത്തിൻ, വിടവാങ്ങുന്നവന്റെ നമസ്കാരം എന്റെ അവസാനത്തെ കർമ്മമാണിത് ജീവിതത്തിൽ എന്നൊരാൾ ചിന്തിച്ചാൽ ആ കർമ്മം ഏറ്റവും സൂക്ഷ്മതയോടെ ഏറ്റവും ജാഗ്രതയോടെ ചെയ്യാൻ അയാൾക്ക് സാധ്യമാകും. ഒരുപക്ഷെ ഇനിയൊരു നമസ്കാരത്തിന് എനിക്ക് അവസരം ലഭിക്കുകയില്ല എന്ന ചിന്തയോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കാൻ ശ്രമിക്കുക. അത് ഇബാദാത്തുകളെ സജീവമാക്കാനുള്ള, നമസ്കാരങ്ങളെ മനസ്സാന്നിധ്യമുള്ളതാക്കാനുള്ള, ഏകാഗ്രമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ഇതുപോലെ ഇബാദാത്തുകളെ സജീവമാക്കിക്കൊണ്ട് ഈ ഹൃദയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. രണ്ടാമത് പറഞ്ഞു, അള്ളാഹുവിന്റെ ആയത്തുകളെക്കുറിച്ചുള്ള ആഴമുള്ള ചിന്തകൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട്. മക്കളുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, ബിസിനസിന്റെ കാര്യം, ജോലിയുടെ കാര്യവും മാത്രമല്ല, രാഷ്ട്രീയ കാര്യം മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പരിചിന്തനങ്ങൾ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അള്ളാഹുവിന്റെ ആയത്തുകൾ, ഈ സൃഷ്ടിവിസ്മയങ്ങൾ, ഈ അന്തരീക്ഷ വ്യതിയാനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരമായ പരിചിന്തനം വിശ്വാസി യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കണം. ഖുർആൻ ഒരിടത്ത് ചോദിക്കുന്നു, എത്രയെത്ര ആയത്തുകളുടെ മുമ്പിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, പക്ഷേ എന്നൊക്കെ ഖുർആൻ പറയുന്നു. അവഗണിച്ചുകൊണ്ട് അശ്രദ്ധരായി കടന്നു പോവുകയാണവർ. അള്ളാഹുവിന്റെ ആയത്തുകളെക്കുറിച്ചുള്ള ചിന്തയാണ് തീർച്ചയായും ആ മാനസികാവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു വലിയ മാർഗം. മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുക. അക്സിറു ദിക്റ ഹാദിമിൽ ലസ്സാത്ത് എന്ന് മഹാനായ പ്രവാചകൻ. രസഭഞ്ജകനായ മരണം, പ്രവാചകന്റെ വിശദീകരണം, രസഭഞ്ജകനായ മരണം എല്ലാ ആനന്ദങ്ങളെയും തല്ലിക്കെടുത്തി അപ്രതീക്ഷിതമായി അവിചാരിതമായി രോഗത്തിന്റെ രൂപത്തിലോ അപകടത്തിന്റെ രൂപത്തിലോ പെട്ടെന്ന് നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിന് തിരശ്ശീലയിട്ട് കടന്നുവരുന്ന മരണമുണ്ടല്ലോ, ആ രസഭഞ്ജകനായ മരണം. അക്സിറു, പ്രവാചകൻ പറയുന്നു, ആ മരണത്തെക്കുറിച്ച് നിരന്തരമായി നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു മാർഗം. നാലാമത്തെ മാർഗം, ഹലാല് ഹറാമുകളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിചാരങ്ങൾ. പ്രവാചകൻ പറഞ്ഞല്ലോ, ഹലാല് വ്യക്തം, ഹറാമ് വ്യക്തം, പക്ഷേ അതിനിടയിൽ സംശയാസ്പദമായ ചിലതൊക്കെയുണ്ട്. ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ വ ബൈനഹുമാ മുസ്തബിഹാത്ത് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ഹലാലാണോ ഹറാമാണോ എന്ന് അവ്യക്തമായി തീരുന്ന സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ആ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തണം. പുല്ല് തിന്ന് മേഞ്ഞുമേഞ്ഞ് നടക്കുന്ന ഒരു മൃഗം അറിയാതെ അവിടെയുള്ള വേലിക്കെട്ടിന്റെ ഉള്ളിലൂടെ തല പുറത്തേക്കിട്ട് അതിന് അനുവദിക്കപ്പെടാത്ത നിരോധിത മേഖലയിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന പുല്ല് തിന്നുന്നത് പോലെ ഒരുപക്ഷെ ഒരു വിശ്വാസി ഹലാലങ്ങനെ അനുഭവിച്ച് ഹലാലിന്റെ അറ്റത്തേക്ക് പോയി പിന്നെ ഒരൽപ്പം ഹറാമ് അതവിടെ കളർഫുള്ളായി വർണ്ണശബളമായി കാണുമ്പോൾ ഹറാമിൽ നിന്ന് കൂടി ഒരൽപ്പം തിന്നുപോകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് സൂക്ഷിക്കണം. പ്രവാചകൻ പറഞ്ഞു, ഇന്നലിക്കുല്ലി മലിക്കിൻ ഹിമൻ ഫഇന്ന ഹിമല്ലാഹി ഫീ അർളിഹി മഹാരിമുഹു എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ഓരോ ഭരണാധികാരിക്കും ചില പ്രോഹിബിറ്റഡ് ഏരിയാസ് ഉണ്ട്, നിരോധിതമായ ചില മേഖലകളുണ്ട്. അള്ളാഹുവിന്റെ നിരോധിത മേഖല എന്ന് പറയുന്നത് ഭൂമിയിൽ അവൻ നിശ്ചയിച്ച ഹറാമുകളുടെ ലോകമാണ്. അതുകൊണ്ട് നിഷിദ്ധങ്ങളിലേക്ക് അതെത്ര മധുരതരമാണെങ്കിലും, അതെത്ര ഹരിതാപമാണെങ്കിലും, അതെത്ര വർണ്ണശബളമാണെങ്കിലും, അതെത്ര ലാഭകരമാണെങ്കിലും അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഹലാല് ഹറാമുകൾ വ്യക്തമാകാത്ത സംഗതികളിൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ജാഗ്രത ഇത്തരം നേരത്തെ പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചെന്നു വരും. ഇങ്ങനെയുള്ള തസ്കിയത്തിന്റെയും തർബിയത്തിന്റെയും മനസ്സംസ്കരണത്തിന്റെ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒടുവിൽ പ്രശാന്ത സുന്ദരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്ര വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെയൊക്കെ അള്ളാഹുവിനെ കരുതി സമാധാനിക്കാനും സഹിക്കാനും നേരിടാനും അതിജീവിക്കാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരണം. ആ മനസ്സിനാണ് വിശുദ്ധ ഖുർആൻ നഫ്സുൻ മുത്മഇന്ന എന്ന് വിളിച്ചത്. സമാധാനപൂർണമായ ആത്മാവ് എന്ന് അള്ളാഹു വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന് ആ മനസ്സിനെ കുറിച്ച് തൃപ്തിയാണ്, അള്ളാഹുവിനെ കുറിച്ച് ആ മനസ്സിനും തൃപ്തിയാണ്. അവസാന മാലാഖമാര് വരുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞുകൊണ്ട് തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വിളിക്കാൻ വന്ന സ്നേഹപൂർണ്ണതയുള്ള ഒരു അതിഥിയെപ്പോലെ അള്ളാഹുവിന്റെ മരണത്തിന്റെ മാലാഖമാര് വന്നിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അതുകൊണ്ട് സമാധാനം പ്രാപിച്ച ശാന്തമായ ആത്മാവേ ഇറങ്ങിവരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വിശദീകരിച്ചതുപോലെ ഒരു കൂജയിൽ നിന്ന് വെള്ളമൊഴുകുന്നത് പോലെ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ധന്യമായ മരണത്തിലേക്ക് എത്തുന്നത് ഇത്തരം ഹൃദയങ്ങളായിരിക്കും എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, ഇവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ കിടിലമുണ്ടാകുന്ന, പ്രകമ്പനമുണ്ടാകുന്ന, പടച്ചവനിലേക്കെല്ലാം സമർപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, സത്യത്തിൽ ഇവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞ വിഭാഗം. ആ വിഭാഗത്തിൽ എത്തിച്ചേരാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ നടത്തേണ്ടത്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, ആരെങ്കിലും നമ്മുടെ മാർഗത്തിൽ പണിയെടുക്കാൻ, അധ്വാനിക്കാൻ, പരിശ്രമിക്കാൻ സന്നദ്ധനായാൽ നാം അവന് മാർഗങ്ങൾ, വാതിലുകൾ തുറന്നു കൊടുക്കുമെന്നത് അള്ളാഹുവിന്റെ സുന്നത്തായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്ന ശരികളെ ജീവിതം കൊണ്ട് പിൻപറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.